ഈ യൂട്യൂബർമാർക്കെതിരെയും അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയും ഇത്തരത്തിൽ പരാതി നൽകുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം ആരോ ഒരു തമാശ പൊട്ടിച്ചതുപോലെ അധിക്ഷേപിച്ച എല്ലാവരെയും ഒരു ട്രെയിനിലായിരിക്കും കൊണ്ടുപോകേണ്ടി വരിക. അത്രയും അധികം ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും തന്നെ മാനസികമായി പൂർണ്ണമായിട്ടും ഈ അധിക്ഷേപിച്ച ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഹണി റോസ് പങ്കുവയ്ക്കുന്നത്. അതായത് നിയമപരമായി താൻ മുന്നിട്ടിറങ്ങിയ സ്ഥിതിക്ക് ഇനി അത് എല്ലാവർക്കെതിരെയും നിയമപരമായി തന്നെ നേരിടാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തന്നെ അധിക്ഷേപിച്ച 20ഓളം യൂട്യൂബർമാരുടെ പേരുകൾ ഇപ്പോൾ ഹണി റോസ് പോലീസിന് കൈമാറാൻ ഒരുങ്ങുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ യൂട്യൂബ് ചാനലുകളിൽ ഹണി റോസിൻ്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള തമ്പനയിലുകൾ ഇത്തരത്തിൽ ഇടുന്നുണ്ട്. ഈ തമ്പനയിലുകൾ പലതും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പലതരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം പലതരത്തിലുള്ള തമ്പനയിലുകൾ ഓരോ യൂട്യൂബ് ചാനലുകളിലും കാണാറുണ്ട്. അത്തരത്തിൽ ഈ നടിമാരുടെ ചിത്രങ്ങൾ വെച്ച് ഇത്തരത്തിൽ തമ്പനയിലുകൾ ഇട്ട് അതിൽ അവർ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് തന്നെ ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണ് ഇത്തരം യൂട്യൂബ് ചാനലുകൾ ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പങ്കുവെക്കുന്നത്. എന്തായാലും 20ഓളം വരുന്ന യൂട്യൂബ് ചാനലുകളുടെ ലിസ്റ്റ് ഏതായാലും ഹണി റോസിൻ്റെ കയ്യിലുണ്ട്. അത് വൈകാതെ നിലവിലെ ഈ അന്വേഷണ സംഘത്തിന് അടക്കം അത് പ്രത്യേകം പരാതിയായിട്ട് കൈമാറാൻ കൂടി ഒരുങ്ങുകയാണ് താരം. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം ആണ് ഇത് സംബന്ധിച്ചൊരു പരാതി നൽകുകയും ആ പരാതിയിൽ ഉടൻ തന്നെ നടപടി ഉൾപ്പെടെ എടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കവുമായിട്ട് ഇപ്പോൾ ഹണി റോസ് മുന്നിട്ടിറങ്ങുന്നത്. ശരി ശ്യാം.